ഇന്ന് നമ്മൾ WKF റൂൾസിലെ മൊബോബി എന്നറിയപ്പെടുന്ന ഒരു ഫൗളിനെ കുറിച്ചാണ് പറയുന്നത്. മൊബോബി എന്നതിൻ്റെ ഡെഫിനേഷൻ റൂളിൽ പറയുന്നത്, ഒരു കോമ്പറ്റീറ്റർ തൻ്റെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലം മറ്റേ കോമ്പറ്റീറ്ററുടെ അടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുകയും ശ്രദ്ധയില്ലായ്മ കാണിക്കുന്നതിലൂടെ സ്വന്തം സേഫ്റ്റി നോക്കാതെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓപ്പോണൻറ്റിൽ നിന്ന് തിരിച്ചൊരു അറ്റാക്ക് വരികയും അതിലൂടെ ഹിറ്റ് ആവുകയോ ഇഞ്ചുറി ആവുകയോ ചെയ്യുന്ന സാഹചര്യത്തെയാണ് മൊബോബി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് കോമ്പറ്റീറ്ററാണോ ആ സാഹചര്യം ഉണ്ടാക്കിയത് അയാൾക്കായിരിക്കും ഫൗൾ കിട്ടുക. നോർമൽ സിറ്റുവേഷനിൽ ആരാണോ ഹിറ്റ് ചെയ്തത്, ആരാണോ ഹാർഡ് ഹിറ്റ് ചെയ്തത്, ആരാണോ ഇഞ്ചുറി ഉണ്ടാക്കിയത് അയാൾക്കാണല്ലോ ഫൗൾ കിട്ടേണ്ടത്. പക്ഷേ ഈ സാഹചര്യത്തിൽ സെൽഫ് എൻഡേഞ്ചർമെൻറ്റ്, അതായത് സ്വന്തം അശ്രദ്ധ മൂലം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയതെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും ഫൗൾ കിട്ടുക. അതിനെയാണ് നമ്മൾ മൊബോബി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഓപ്പണൻറ്റിന് ഫൗൾ കൊടുക്കുന്നില്ല എന്നതുപോലെ തന്നെ ഓപ്പണൻറ്റിന് കറക്റ്റ് എല്ലാ ക്രൈറ്റീരിയയും പാലിക്കപ്പെടുന്ന ഒരു സ്കോറാണ് വന്നതെങ്കിൽ പോലും അയാൾക്ക് സ്കോറും കൊടുക്കാൻ പറ്റില്ല. ഒരു കോമ്പറ്റീറ്റർക്ക് മൊബോബി കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പണൻറ്റിന് സ്കോറും കൊടുക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷുബു ചിമി ഈ സാഹചര്യത്തിൽ അക്ക ചെയ്തത് ഒരു മൊബോബിയാണ്. അപ്പോൾ റെഫറി അക്ക ചുയ്, അതായത് ചുയ് വാണിംഗ് കൊടുക്കും. ചുയ് എത്രാമത്തെയാണോ ആ വാണിംഗ് കൊടുക്കും. ഈ കേസിൽ ആവോ മവാശിരി വസാരി സ്കോർ ചെയ്തു, പക്ഷേ ആ സ്കോർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് മൊബോബി എന്ന സാഹചര്യം. മൊബോബി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു കോമ്പറ്റീറ്ററുടെ അജ്ഞത മൂലം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ഹിറ്റ് വരികയോ, അതായത് ഹാർഡ് ഹിറ്റ് ഉണ്ടാവുകയോ ഇഞ്ചുറി ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് മൊബോബി അവാർഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത സാഹചര്യത്തിൽ ഹാർഡ് ഹിറ്റ് അല്ല, ഇഞ്ചുറി അല്ല, ബട്ട് സ്റ്റിൽ ഞാനത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിറ്റുവേഷൻ ഉപയോഗിച്ചത് മാത്രം. മറ്റൊരു റോൾ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. റൈറ്റ് ബോസ്.